നിങ്ങളില്ലേ ഇതുപോലെ ആഹാരം കഴിക്കുന്ന ആളുകളാണോ? ഇതുപോലെ ടിവിയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ കണ്ടുകൊണ്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഏതൊക്കെ രീതിയിൽ ദോഷം ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? മൈൻഡ്ഫുൾ ഈറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കേണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ എൻജോയ് ചെയ്യേണ്ടത് ഭക്ഷണമായിരിക്കണം. ഇപ്പോൾ ഈ കാര്യത്തിൽ പ്രായമൊന്നൊരു വിഷയമല്ല. പല പ്രായത്തിലുള്ള ആളുകളൊക്കെ ഇതുപോലെ ശീലമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആഹാരം കഴിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ നോട്ടീസ് ചെയ്തൊരു കാര്യമൊക്കെയാണ് കേട്ടോ. പലപ്പോഴും ഈ BGM ഒക്കെ ഉണ്ടാവും വീഡിയോയുടെ, ആ BGMനൊത്തൊക്കെ ആയിട്ട് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ടക്ക് 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 പറഞ്ഞ് BGM പോവുകയാണെങ്കിൽ ആ വേഗതയിൽ കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ BGMൻ്റെ പേസ് മാറുമ്പോൾ ടങ്കിട 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 അങ്ങനെ പേസൊക്കെ മാറുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന പേസും മാറുന്നുണ്ട്. ഞാൻ പറയുന്നത് എല്ലാവരും ഇതുപോലെയാണ് എന്നൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ വരെ ആളുകൾ ഈ വീഡിയോ കാണുന്നത് വഴി ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റായി മറന്നു പോവാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഏത് ആഹാരമാണ് കഴിക്കുന്നത് പോലും അറിയാത്ത ആളുകൾ വരെ ഉണ്ടാവാറുണ്ട്. വളരെ ചെറിയൊരു മിസ്റ്റേക്കാണ്, പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് പല ആളുകൾക്കും വലിയ പ്രശ്നങ്ങളാണ് വരുന്നത്. അത് ലോങ് ടേമിൽ പ്രശ്നങ്ങൾ വരുന്നവരുണ്ട്, ഉടനെ തന്നെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരുപാട് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രശ്നം? ഒന്നാമത് വളരെ വലിയൊരു പ്രശ്നം, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അത് ശ്വാസനാളത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മരണം വരെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആഹാരം കഴിച്ച് കഴിയുമ്പോൾ വയറ് വീർത്തത് നമ്മൾ തിരിച്ചറിയാതെ പോകും. പലപ്പോഴായിട്ട് ഇത് കഴിച്ചുകൊണ്ടേയിരിക്കും. അമിതമായ ആഹാരം കഴിക്കുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടായി വരും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കൊഴുപ്പ് അടിഞ്ഞുകൂടാനും ഹൃദ്രോഗങ്ങളും ഒബേസിറ്റി അതുപോലെ ജീവിതശൈലിപരമായ ഒരുപാട് അസുഖം, പ്രമേഹം പോലുള്ള അസുഖങ്ങളൊക്കെ ഭാവിയിൽ വരാനുള്ള ഒരു കാരണമാവും. ഒറ്റ ദിവസമോ 2 ദിവസം കൊണ്ടൊന്നും വരുന്ന അസുഖമല്ല ഇത്. പക്ഷേ ലോങ് ടേം ആയിട്ട് ഇതുപോലെ അനിയന്ത്രിതമായിട്ട് ആഹാരം ഒരുപാട് കഴിക്കുന്ന ആളുകൾക്ക് വരുന്നൊരു പ്രശ്നമാണ്. ഇനി അടുത്തൊരു പ്രശ്നമാണ് ബിഞ്ച് ഈറ്റിംഗ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. ബിഞ്ച് ഈറ്റിംഗ് ബിഹേവിയർ എന്താണ്, എങ്ങനെ ഡെവലപ്പ് ആകുന്നത് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ പറഞ്ഞുതരാം. ഇതൊരു കഥ അല്ല, ഒരു എക്സ്പെരിമെൻ്റ് ആണ്. പണ്ട് കാലത്ത് ഇവാൻ പാവ്ലോവ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് നടത്തിയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡോഗിന് ആഹാരം കൊണ്ടുകൊടുക്കുക. പക്ഷേ ആഹാരം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ബെല്ലടിക്കും. ബെല്ലടിച്ചതിന് ശേഷം ആഹാരം പ്രസൻറ്റ് ചെയ്യും. ഇതുപോലെ ഒരുപാട് ദിവസം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. ഇങ്ങനെ ഓരോ തവണ ആഹാരം കൊണ്ടുകൊടുക്കുമ്പം ഡോഗിൻ്റെ വായിൽ നിന്ന് ഉമിനീര് വരുന്നുണ്ട്. കാരണം ഭക്ഷണം കാണുമ്പോൾ എല്ലാ ഡോഗുകളും ഇതുപോലെ സലൈവ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഇതാണ് അതിൽ നിന്നുണ്ടാകുന്ന റെസ്പോൺസ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ഭക്ഷണം കൊടുക്കുന്നത് നിർത്തി. പിന്നെ എന്ത് ചെയ്തു, അദ്ദേഹം ബെല്ലടിച്ചു. ബെല്ലടിച്ചപ്പോൾ തന്നെ ഈ നായയുടെ ഭാഗത്തു നിന്ന് ഭക്ഷണം മുന്നിൽ വരുമ്പോൾ ഉണ്ടാകുന്ന റെസ്പോൺസ് വരാൻ തുടങ്ങി. അതായത് ഉമിനീരൊക്കെ വരാൻ തുടങ്ങി. അപ്പം എന്താണ് അവിടെ സംഭവിച്ചത്? ഡോഗിൻ്റെ ബ്രെയിൻ എന്ത് ചെയ്തു, ഈ 2 സ്റ്റിമുലസിനെയും, ആ ബെല്ലടിക്കുന്ന ശബ്ദത്തെയും ഈ ആഹാരത്തെയും കണക്ട് ചെയ്തു. ഇവ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ. ഇതുപോലെ നമ്മുടെ മനുഷ്യരിലും സംഭവിക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം തുടക്കത്തിലൊന്ന് എൻജോയ്മെൻറ്റിന് വേണ്ടി വീഡിയോ കാണുന്നതായിരിക്കും. പിന്നെ കുറച്ച് കാലത്തിന് ശേഷം എന്ത് സംഭവിക്കും അറിയോ? നമ്മൾ വീഡിയോ വെറുതെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു ആഹാരം കഴിക്കാൻ, എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സൊക്കെ ഒന്ന് കഴിച്ചുകൊണ്ട് കണ്ടിരുന്നേ നന്നായിരിക്കും എന്നൊരു തോന്നൽ വരും. അങ്ങനെ അത് ശീലമാക്കി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ബിഞ്ച് ഈറ്റിംഗ് ബിഹേവിയർ എന്നുള്ളത്. ഇത് ഒരുപാട് ദോഷം ചെയ്യും കേട്ടോ. കാരണം ഇങ്ങനെ ചെറിയ എമൗണ്ടിലായിരിക്കും നമ്മൾ കഴിക്കുക, പക്ഷേ ഒരുപാട് കാലത്ത് ഈ ഒരു ശീലം നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള കലോറിയൊക്കെ ചെന്ന് ചെല്ലാനും അത് പിന്നെ കൊഴുപ്പുണ്ടാക്കാനും കൊളസ്ട്രോൾ കൂടാനും അങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ ഭാവിയിൽ വരാനൊക്കെ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ ബിഞ്ച് ഈറ്റിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ കൂടി നോക്കണ്ടേ, അത് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പേരാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ആപ്പിൾ തിന്നാണെന്ന് കരുതാം. അപ്പോൾ ആപ്പിളിൻ്റെ ഓരോ പീസ് കഴിക്കുമ്പോഴും അതിലേക്ക് എത്രത്തോളം നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ശ്രദ്ധ കൊടുത്തുകൊണ്ട് കഴിക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളത് കടിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദം, അതിൻ്റെ രുചി, അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ നിറം എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആഹാരം കഴിക്കാൻ നോക്കാം. ഇങ്ങനെ കഴിക്കുന്നത് തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പതിയെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇത് വളരെ എളുപ്പമായിട്ടുള്ള പ്രോസസ്സായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. ഇത് ആഹാരം കഴിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ബോഡി കണക്ഷൻ ഇമ്പ്രൂവ് ആക്കും. അത് കഴിക്കുമ്പോൾ മാത്രമല്ല കേട്ടോ, നിങ്ങൾ മറ്റെന്തെങ്കിലും പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ്ഫുൾനെസ്സിനെ ഇത് ഇമ്പ്രൂവ് ആക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായിരിക്കും കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത്തും ആവശ്യമാണ് കേട്ടോ. കാരണം നിങ്ങൾ മാനസികമായി തയ്യാറാവണം.
കാരണം തുടക്കക്കാർക്കൊന്നും മാനസികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, എനിക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് ആഹാരം കഴിച്ചാലേ ഭക്ഷണം ഇറങ്ങുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. പക്ഷേ നിങ്ങളിത് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ എൻജോയ് ചെയ്യും. നിങ്ങൾ ആഹാരം കഴിക്കുക എന്നുള്ളത് വളരെ ജോയ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ തിരിച്ചറിയാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ നോക്കുക, ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നോക്കുക. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ആശംസിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് നിൽക്കുന്ന ആളുകളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങളുടെ ലൈക്ക് ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി യൂട്യൂബ് ആൽഗോരിതത്തിൽ അത് അങ്ങനെയാണ്, വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈക്ക് വളരെയധികം അനിവാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിതാ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ലൊരു കണ്ടന്റുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.